നോമ്പിൽ 8-ാം ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസ് 1:40 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. മനസ്സ് അഥവാ സന്നദ്ധത എന്ന ഗുണമാണ് വരികൾക്കിടയിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരാശയം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് കുഷ്ഠരോഗബാധിതനായ മനുഷ്യനും, എനിക്ക് മനസ്സുണ്ട് ശുദ്ധനാവുക എന്ന് യേശുവും പറയുന്നിടത്ത് അയാൾക്ക് സൗഖ്യം ഉണ്ടാകുന്നു. തന്നെ ശുദ്ധമാക്കുവാൻ കർത്താവിന് കഴിയുമെന്ന് അയാൾക്കറിയാം. എന്നാൽ അതിന് നേരമുണ്ടോ, മനസ്സുണ്ടോ എന്നാണ് അയാൾ കേഴുന്നത്. അയാളെ കേൾക്കാനും അയാളുടെ ആവശ്യത്തോട് അനുഭാവപൂർവ്വം പ്രതികരിക്കുവാനും സൗഖ്യം നൽകുവാനുമുള്ള കർത്താവിൻ്റെ മനസ്സാണ് ചിന്തനീയം. രോഗഗ്രസ്തൻ എന്നതിലുപരി നാളിതുവരെ എല്ലാവരാലും നിന്ദിക്കപ്പെട്ടും മതസാമൂഹ്യ ജീവിതത്തിൽ ത്യജിക്കപ്പെട്ടും പരവശനായ അയാളെ ഗൗനിക്കാതെ പോവുകയല്ല. അനുകമ്പാപൂർവം തഴുകി കടന്നുപോകുന്ന മനസ്സിൻ്റെ പേരാണ് അവന് ഇനി മുതൽ യേശു. ചുറ്റിലും ദാരിദ്ര്യവും രോഗവും തിരസ്കരണവും സംഘർഷവും മൂലം വിലപിക്കുന്ന നിശബ്ദ സാന്നിധ്യങ്ങൾ നമ്മോട് ചോദിക്കുന്നതും നിനക്ക് മനസ്സുണ്ടോ എന്നല്ലേ. ഒരു മാത്ര നിൽക്കുവാൻ, ഉള്ളു തുറന്നൊന്ന് കേൾക്കുവാൻ, ഒരിറ്റ് സ്വാന്തനമാകാൻ സന്നദ്ധരാണോ നാം? ദൈവം തന്ന സമയം, കഴിവ്, സമ്പത്ത്, സ്വാധീനം ഇവ നാം വ്യയം ചെയ്യുന്നുണ്ടാകാം. എത്ര നിറമനസ്സോടെ എന്നതാണ് ചോദ്യം. ശുശ്രൂഷ ചെയ്യുന്നവരും വ്യത്യസ്തരല്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടും നിർബന്ധത്താലും മേനി നടിക്കുവാനും ഒഴിവാക്കി വിടുവാനുമായി സഹായഹസ്തങ്ങൾ നീട്ടുന്നവരുണ്ട്. എന്നാൽ നിറമനസ്സോടെ, പൂർണ്ണ സന്നദ്ധതയോടെ, സ്നേഹത്തോടെ ശുശ്രൂഷ ചെയ്യാനാകുമോ? ഇതാരോടും പറയരുതെന്ന് യേശു പിന്നീട് അവനോട് പറയുന്നുണ്ട്. മനസ്സോടെ ചെയ്യുന്നവന് മറ്റാരും അറിയേണ്ടതില്ലെന്ന് സാരം. കാമ്പുള്ള വിശ്വാസിയും സഞ്ചാര സുവിശേഷകനും നമ്മെ വല്ലാതെ സ്പർശിക്കുന്ന ജീവൽഗന്ധിയായ ക്രിസ്തീയ ഗാനങ്ങളുടെ രചയിതാവ് എന്ന പേരിലാണ് സാധു കൊച്ചുഞ്ഞുപദേശി പരക്കെ അറിയപ്പെടുന്നത്. 1928 കേരളത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സാംക്രമിക രോഗമായ കോളറ പടർന്നു പിടിച്ച കാലം. തൻ്റെ ആരോഗ്യത്തെയും സുരക്ഷയെയും തൃണവൽക്കരിച്ചുകൊണ്ട് രോഗഗ്രസ്തരെ ശുശ്രൂഷിക്കുവാൻ മനസ്സോടെ ഇറങ്ങിപ്പുറപ്പെട്ട ആൾ കൂടിയാണ് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി. അന്ന് അദ്ദേഹത്തോടൊപ്പം സന്നദ്ധ ശുശ്രൂഷ ചെയ്ത മിസ്റ്റർ CM ജോൺ ആണ് പിൽക്കാലത്ത് മാർത്തോമ സഭയുടെ മെത്രാപ്പോലിത്ത ആയ അഭിമന്യ യൂഹാനോൻ മാർത്തോമ മെത്രാപ്പോലിത്ത. നമുക്ക് പരിശീലിക്കാൻ ശ്രമിക്കാം. നമ്മുടെ ശുശ്രൂഷകൾ നിറമനസ്സോടെ ചെയ്യുന്നതും സ്നേഹത്തിൻ്റെ നനവുള്ളതുമായി തീരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രതികരണം എപ്പോഴും മനസ്സുണ്ട് ശുദ്ധമാകാ എന്ന് ആയിരിക്കട്ടെ. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ.